തണുപ്പ് കാലത്ത് ചൂടോടുകൂടി ഒരു കപ്പ് രസം കുടിക്കുന്നത് നല്ലതല്ലേ? ഊതി ഊതി ആറ്റി കുടിക്കുന്നതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, എവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ട്രഡീഷണൽ രസത്തിൻ്റെതാണ്. ഈ രസം ഉണ്ടാക്കാൻ ഒട്ടുമിക്കവർക്കും അറിയുമായിരിക്കാം. എങ്കിലും ഒരാൾ ഈ റെസിപ്പിക്ക് വേണ്ടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ പോസ്റ്റ് ചെയ്യുന്നത്. ഈ രസത്തിൻ്റെ ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം. ആദ്യം തന്നെ ഹോം മെയ്ഡ് രസം പൗഡർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണുക. ഇത് ഒരു നേരം രസം ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. ഇതിനായിക്കൊണ്ട് 1 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്, 3 ഉണക്കമുളക്, 2 ചെറിയ പീസ് കായം, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം കൂടി മിക്സി ജാറിലിട്ട് നൈസായിട്ട് പൊടിച്ചെടുത്താൽ ഹോം മെയ്ഡ് രസം പൗഡർ റെഡി. ഇനി ട്രഡീഷണൽ രസത്തിന് വേണ്ടത് പരിപ്പ് വേവിച്ചെടുത്ത അതിൻ്റെ ജ്യൂസാണ്. അത് ഞാൻ ഒരു 1/2 കപ്പ് പരിപ്പ് കുക്കറിലിട്ട് നല്ല നൈസായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ജ്യൂസാണ് ഇത്. ഒന്ന് അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ജ്യൂസ് എടുത്ത ശേഷം ബാക്കി വന്ന പരിപ്പ് കളയേണ്ടതൊന്നുമില്ല. നമുക്ക് വേറെ പരിപ്പ് കറിക്കോ എന്തിനെങ്കിലും എടുത്ത് ഒരു ഡബ്ബയിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ പിന്നെ നാളെയോ മറ്റന്നാളോ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഇത് വേവിച്ച് അരിച്ചെടുത്ത പരിപ്പിൻ്റെ ജ്യൂസാണ്, അത് പരിപ്പ് രസം. ആദ്യം തന്നെ ഹോം മെയ്ഡ് രസം പൗഡർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പരിപ്പ് വേവിച്ചിട്ട് അതിൻ്റെ ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടത് നമുക്കൊരു ടൊമാറ്റോ സ്ലൈസ് ചെയ്ത് വെക്കണം, ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെക്കുക. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ച് വെക്കുക, നന്നായി ചതച്ചിട്ട് വെക്കുക. ശേഷം നമ്മൾ പൊടിച്ച് വെച്ച രസം പൗഡർ മുഴുവനായിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒറ്റ തവണ ചെയ്യേണ്ട രസം പൗഡറാണ് റെഡിയാക്കിയിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് വേവേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് അതും കൂടി ചേർത്തിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യുക. ടൊമാറ്റോ സ്ലൈസ് ചെയ്യുമ്പോൾ വളരെ നേരിയതായിട്ട് സ്ലൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ടൊമാറ്റോ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്ന നമുക്ക് കുറച്ച് പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ. അധികം വേണമെന്നില്ല, ടൊമാറ്റോന് അത്ര വലിയ പുളിയൊന്നുമില്ല ഇപ്പോഴേ കിട്ടുന്ന ടൊമാറ്റോന്, അതുകൊണ്ട് കുറച്ച് പുളി വഴിയണം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ദാൽ ജ്യൂസ്, അതായത് പരിപ്പ് രസം. അതും കൂടി ചേർത്തിട്ട് പിന്നെ 2-3 കപ്പ് വെള്ളം, നമുക്ക് എത്രത്തോളം രസം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ രസത്തിൻ്റെ ഉപ്പും എരിവുമൊക്കെ ക്രമീകരിക്കുന്നതിന് വേണ്ടി 2 ചെറിയ പീസ് ശർക്കര ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ എരിവ് കുറവാണെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എൻ്റെതെല്ലാം പാകത്തിലായിരുന്നു, അതുകൊണ്ട് ഞാൻ പൊടികൾ അതൊന്നും ചേർത്തില്ല. ഇനി ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് 2 ചെറിയ പീസ് ശർക്കര, കുറച്ച് മല്ലിയില, കറിവേപ്പില. എന്നിട്ട് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ ഒന്ന് നല്ലതായിട്ടൊന്ന് വറവിടാനുണ്ട്, അത് താളിച്ചൊഴിക്കുക. സോൾട്ടിൻ്റെ കുറവ് കൊണ്ട് അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. സ്മോൾ പീസ് ജാഗ്രി, അതായത് ശർക്കര. ഈ ട്രഡീഷണൽ രസത്തിന് വേണ്ടുന്ന എല്ലാവിധ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഇറക്കി വെക്കാം. രസം പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നന്നായിട്ടൊന്ന് വറവിടണം വെച്ചാൽ താളിച്ചൊഴിക്കുക. നല്ല വെളിച്ചെണ്ണയിൽ കറിവേപ്പില, കടുക്, ഉണക്കമുളക് ഇതെല്ലാം കൊണ്ടാണ് ഇതിലേക്ക് വറവിട്ടത്. അപ്പം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ രസത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.